നമ്മൾ നിൽക്കുന്നത് പാലക്കാട് വടക്കന്തറ വേല കഴിഞ്ഞ ഒരു നഗരിയിലാണ്. നമുക്കൊപ്പം കുറെ സുഹൃത്തുക്കളുണ്ട്. ഹലോ, എവിടെ വീട്? കുത്തന്നൂര്. നിങ്ങളുടെ ഈ വാദ്യ സംഘത്തിന്റെ പേരെന്താ? പർവാദ്യം അല്ലെ? ഇങ്ങനെ കുറെ പർവാദ്യങ്ങൾ വരുമോ? നമ്മുടെ പാലക്കാട് ജില്ലയിൽ മാത്രമുള്ള ഒരു വാദ്യമാണ് പർവാദ്യം അല്ലേ? അല്ലേ, പർവാദ്യം ഉണ്ട് അല്ലെ? അതെന്താ ആ പുള്ളി കുത്തി നിൽക്കുന്ന കുട്ടിയുണ്ടല്ലോ, ഒന്ന് വന്ന അടുത്തേക്ക്. എന്താ മോളുടെ പേര്? മോനാണോ? അതാ വേഷം മാറി നിൽക്കണത് അല്ലേ? എന്താ പേര്? ദേവിയാണ്. ദേവിയായിട്ടാണ് സങ്കല്പിക്കുന്നത് അല്ലേ? അർജുനാണ്. അപ്പൊ അർജുൻ ദേവിയായിട്ട് വേഷം കെട്ടി വന്ന കൊല്ലത്തുണ്ട്, കൊറ്റംകുളങ്ങര എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തില് പുരുഷന്മാരാണ് വേഷം കെട്ടുക അല്ലെ? അപ്പൊ നിങ്ങൾ എവിടുന്നാ വന്നത്? പിരായിരി ദേശം. അപ്പൊ ഇത്രയും പേര് ഒരുമിച്ച് വന്നു. നിങ്ങൾ എപ്പോഴാ വന്നേ? ഞങ്ങൾ രാവിലെ പുലർച്ചെ. ഇന്ന് പുലർച്ചെ എത്തി. ഇന്നലെ വന്നു, കുട്ടികളും ഒക്കെ ആയിട്ട് വന്നു. അപ്പോ വേഷമൊക്കെ കെട്ടി നിൽക്കണം. ഇനിയിപ്പോ അഴിക്കാൻ പോവാണ്. ഇനി റെസ്റ്റ് ആവും അല്ലേ? അപ്പോ പർവാദ്യം അല്ലേ? അപ്പൊ അങ്ങനെ ഐറ്റം ഉണ്ട് കേട്ടോ. പാലക്കാട് വേലകൾക്ക് ഇങ്ങനെ വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നായിട്ട് പലതരം വാദ്യക്കാർ വരും. അങ്ങനെ വന്നിരിക്കുന്ന പിരായിരി ദേശത്ത് നിന്ന് വന്നിരിക്കുന്ന പർവാദ്യത്തോടു കൂടി നമ്മളുടെ ഇന്നത്തെ ഈ മോർണിംഗ് ഷോ നമുക്ക് അവസാനിപ്പിക്കാം. ഞാനും ജാക്കിയും ഉള്ളത്. ജാക്കി കേട്ടിട്ടില്ല പർവാദ്യം, അപ്പോൾ നമുക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടേറെ പ്രേക്ഷകരുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ ഈ പർവാദ്യത്തോടു കൂടി നമ്മളുടെ ഇന്നത്തെ ഈ വാർത്താ യാത്രാ പരിപാടി അവസാനിക്കുന്നു. നാളെ നമ്മൾ കണ്ടുമുട്ടുന്നത് ആലത്തൂരായിരിക്കും. ആലത്തൂർ വരാൻ വേണ്ടി പ്രേക്ഷകർ റെഡിയാവുക. അപ്പോൾ നമുക്ക് നോക്കാം. പർവാദ്യം പാലക്കാട് നിന്നും ഈ പർവാദ്യത്തോടു കൂടി ഈ അശ്വമേധം തത്സമയം വാർത്തായാത്ര നമ്മൾ അവസാനിപ്പിക്കുന്നു. നാളെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് ആലത്തൂരായിരിക്കും. ലെറ്റ്സ് ഗോ.